ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ എനിക്ക് കിട്ടിയില്ല, പകരം നിന്നെ മതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലില്ലേ, അത് തന്നെ. എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി. നിന്നെ കൊല്ലാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വേറൊന്നും തോന്നരുത്, നിന്നെ ഞാൻ കൊല്ലും. അവളൊന്നും ചെയ്യരുത്, അവള് പ്രഗ്നന്റ് ആണ്. ആണോ? സത്യമാണോ? നീ പ്രഗ്നന്റ് ആണോ? എന്റെ ലക്ഷ്മിയും പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നതാ, പക്ഷെ പറ്റിയില്ല. ഞങ്ങൾ ഒരുപാട് വഴിപാടും പ്രാർത്ഥനയും നടത്തി കിട്ടിയ കുഞ്ഞ. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അനുപേട്ടന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യം അത്. എന്തു തരും? എന്തായാലും മരിച്ചുപോയ എന്റെ സഹോദരിയെ തരാൻ നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ? പറ്റുമെന്ന്. ശരി, എന്തായാലും നീ എന്നോടൊരു ഫേവർ ചോദിച്ചല്ലേ, ഞാൻ നിനക്കൊരു ഓഫർ തരാം. ഒരിക്കൽ മാത്രം തരുന്നൊരു ഓഫർ. മനു, മാറ. എന്തായാലും ഞങ്ങൾ തമ്മിലൊരു സെറ്റിൽമെന്റ് സംസാരിക്കട്ടെ. ഗർഭിണിയായ നിന്റെ ഭാര്യയെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കാം. ഇവളെ ഞാനിപ്പോ വിടാം, പക്ഷേ പകരം അനൂപിനെ നീ ഇനി കൊണ്ടുവന്ന് തരണം. എന്താ, പറ്റുമോ? നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണ്ട. ഇതാണ് എന്റെ തീർപ്പ്. അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന അന്ന് അവനെ എനിക്ക് കൊണ്ടുതരണം. എന്താ, സമ്മതമാണോ? ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടണം. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് പിന്നീട് ചെയ്യാം. ആലോചിക്കാനൊന്നും സമയമില്ല. ഇപ്പൊ നീ അതിന് സമ്മതിച്ച ഇവളെ ഞാൻ വിടാം. ഇല്ലെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ നിന്റെ ഭാര്യയും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നീ അങ്ങ് മറന്നേക്കണം. വേണ്ട, ഞാൻ കൊണ്ടുവരാം. അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. എന്താ ഈ പറയുന്നേ? അനുപേട്ടനെ ഇവർക്ക് കൊല്ലിക്ക് കൊടുക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പെങ്ങളെ, ഞങ്ങളൊരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. ന്യായം എന്റെ പക്ഷത്താ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. വയ്ക്കോ, രണ്ടുപേരും ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിലേക്ക് വയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുപേട്ടനെ നിങ്ങൾ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ ലക്ഷ്മിയെ പോലെ അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ അവൾക്ക് ഞാനായിരുന്നു അച്ഛൻ. അവൾ എന്റെ മോളായിരുന്നു. അവളെ കൊന്നവനെ ഞാൻ വെറുതെ വിടണോ?